ിൽ നിന്നും മിഥുൻ അയ്യപ്പൻ തയ്യാറാണ്. മിഥുൻ, അല്പസമയം മുൻപ് PL ബാബു ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളെ കാണുന്നുണ്ടായിരുന്നു. നിറഞ്ഞ പുഞ്ചിരിയോടുകൂടിയാണ് നഗരസഭയ്ക്ക് അകത്തേക്ക് പോകുന്നത്. വിജയം സുനിശ്ചിതമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് BJP-യുടെ കൗൺസിലർമാർ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് മിഥുൻ? തൃപ്പൂണിത്തറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. തൃപ്പൂണിത്തറ കൗൺസിലർ സ്ഥാനത്തേക്ക്, ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് BJP-യുടെ PL ബാബു എത്തുകയാണ്. മിഥുൻ അയ്യപ്പൻ തയ്യാറാണ്. മിഥുൻ, ഈ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അവിടെ 21 സീറ്റുകൾ BJP-ക്കുണ്ട്. 20 സീറ്റുകളാണ് LDF-നുള്ളത്. ഒരു ഘട്ടത്തിൽ BJP-യെ അവിടെ അധികാരത്തിൽ നിന്നും മാറ്റും എന്ന രീതിയിലുള്ള ചില ഇന്ത്യ സഖ്യ ചർച്ചകളൊക്കെ നടന്നിരുന്നു. ഇപ്പോൾ അത്തരം ചർച്ചകളെല്ലാം വെട്ടിമാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ അത്തരം ഇരുമുന്നണികളുടെയും ഒരുമിച്ചുള്ള നീക്കങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ടാണല്ലോ BJP-യുടെ ഭരണം തൃപ്പൂണിത്തറയിൽ വരാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് ഇനിയും കേവലം മിനിറ്റുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. നേരത്തെ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ BJP കൗൺസിലർമാർ വ്യക്തമാക്കിയത് മിഥുൻ? നാൽപ്പത്തിയഞ്ച് വർഷം ഇടത് മുന്നണി ഭരിച്ച നഗരസഭയാണ് തൃപ്പൂണിത്തറയിലേത്. അതുകൊണ്ട് തന്നെ ഒരു ഭരണമാറ്റം, ഒരു ഭരണവിരുദ്ധമായിട്ടുള്ള ഒരു വികാരം ഈ നഗരസഭയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകി. അവർക്ക് കൃത്യമായിട്ടുള്ള ജനഹിതം BJP-ക്കും NDA-ക്കും അനുകൂലമായിട്ടാണ് നിലനിന്നത്. അതുകൊണ്ട് തന്നെ BJP തന്നെ ഈ നഗരസഭയുടെ ഭരണസാരഥ്യത്തിലേക്ക് എത്തുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. 21-20-12 എന്നുള്ളതാണ് NDA, LDF, UDF-ൻ്റെ ഇവിടുത്തെ നിലവിലെ കക്ഷിനില. പക്ഷേ ഒരു സീറ്റിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് NDA-ക്കുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ നടക്കാനുള്ളൊരു സാധ്യത സംബന്ധിച്ച് നേരത്തെ തന്നെ ഒരു സഖ്യ ചർച്ചകൾ, അതായത് നമുക്കറിയാം കാണുന്ന പോലെയുള്ള ഒരു ഇന്ത്യ സഖ്യം, അത് കേരളത്തിലും ഈയിടെയായിട്ട് സജീവമായി വന്നിരുന്നത്. അതിൻ്റെ ഒരു നിഴൽ ഒരു രീതിയിലുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. ഏതെങ്കിലും തരത്തിൽ അവിശുദ്ധമായിട്ടുള്ളൊരു കൂട്ടുകെട്ടിനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം പ്രാദേശികമായി ഉയർന്ന എതിർപ്പും, ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കെ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോകുന്നത് രാഷ്ട്രീയമായി വലിയ രീതിയിലുള്ള വെല്ലുവിളിയായിരിക്കുമെന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ആ തരം ശ്രമങ്ങളിലേക്ക് ഇത് പിന്തിരിയാൻ ആയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് വെറും ഒറ്റ വോട്ടിൻ്റെ അല്ലെങ്കിൽ ഒറ്റ കൗൺസിലറുടെ ഭൂരിപക്ഷം നിലനിൽക്കെ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾക്ക് ഇരു സഖ്യവും, അതായത് UDF-ഉം LDF-ഉം ശ്രമിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 3 മുന്നണികളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കൗൺസിൽ ഹാളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇവിടെ അതായത് NDA-യുടെ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് PL ബാബുവാണ് ചെയർമാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. LDF-ൻ്റെ അഖിൽ ദാസും CA ഷാജി UDF-ന് വേണ്ടി മത്സരിക്കുന്നുണ്ട്. അഖിൽ ദാസ് ഈ ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് തങ്ങൾ വിജയിക്കില്ല എന്ന് ഉറപ്പാണെന്നും, ഒപ്പം തന്നെ ഈ 20 പേരുടെ പിന്തുണ താൻ ഉറപ്പിച്ചിട്ടുണ്ട് എന്നും, അതായത് വിജയിച്ച LDF കൗൺസിലർ 20 പേരുടെ പിന്തുണ താൻ ഉറപ്പുണ്ട് എന്നുമാണ് അഖിൽ ദാസ് LDF-ൻ്റെ സ്ഥാനാർത്ഥി ത്. എന്നാൽ ഹിതവും സുതാര്യവുമായിട്ടുള്ള വികസനോന്മുഖമായിട്ടുള്ള പ്രവർത്തനം ഭരണം കാഴ്ചവെക്കുമെന്നാണ് NDA-ക്ക് വേണ്ടി NDA-യുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ട് അഡ്വക്കേറ്റ് PL ബാബു വ്യക്തമാക്കിയത്. ഏതായാലും അല്പസമയം 10:30 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഇനി അല്പം നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്തായാലും ഏറെ ശ്രദ്ധയോടെ മിഥുൻ, തൃപ്പൂണിത്തറ വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു സ്ഥലമാണ്. അവിടെ അല്പസമയത്തിനകം തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലും മേയർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഒരു ഇടവേള എടുത്ത